ഹായ് ഹലോ. ഇന്ന് നമ്മുടെ രാത്രി ഭക്ഷണമായിട്ട് നമ്മൾ വെജിറ്റബിൾ ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. മിക്ക ദിവസവും ഇപ്പോൾ വൈകിട്ട് ആകുമ്പോൾ നല്ല മഴയാണ്, രാത്രി ഫുള്ള് മഴയാണ്, രാവിലെ ചില ദിവസമൊക്കെ മഴയുള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെ ഒത്തിരി വെയിലൊന്നുമില്ല, അങ്ങനെ എപ്പോൾ ഒരു മൂടിയ ക്ലൈമറ്റാ കേട്ടോ. ചില ദിവസം ഇടി മിന്നൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് ഇടി മിന്നൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കാറ്റൊന്നുമില്ല, നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതുന്നു. അങ്ങനെ ഇപ്പി തന്നെയായിട്ട് കഴിച്ചിട്ട് കാര്യമില്ല, നൂഡിൽസ് തന്നെയായിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് അങ്ങനെ ഒരു വെറൈറ്റി നൂഡിൽസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ വെജിറ്റബിൾ ആയിട്ട് ക്യാരറ്റും കാബേജും മാത്രമായിട്ട് ഇടുന്നുള്ളൂ. 2 ക്യാരറ്റും ക്യാബേജും ഗ്രേറ്റ് ചെയ്തു, അതിട്ടു. അത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ, ഒത്തിരി ഒന്നും വഴണ്ടി വരണ്ട, ചെറുതായിട്ടൊന്ന് വരുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ ആ വെജിറ്റബിളിനുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പിയുടെ കൂടെ വരുന്ന മസാല ഉണ്ടല്ലോ, മസാല 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടു. അങ്ങനെ നമ്മുടെ മാഗി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തു. വെള്ളം കുറച്ച് പോരായ്മ ഉണ്ടായിരുന്നു, അങ്ങനെ വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഒത്തിരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓയിലും കുറച്ച് ഒഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നേരമൊന്നും വേണ്ടല്ലോ, മടി പിടിച്ചിരിക്കുന്ന ദിവസവും സമയമില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ എന്നും കഴിക്കുന്നതും അത്ര നല്ലതല്ല. പിന്നെ വെജിറ്റബിൾ ഒക്കെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട്, കുട്ടികളൊക്കെ അല്ലാതെ വെജിറ്റബിൾ കഴിക്കില്ലാത്തതുകൊണ്ട് ഈ ഇപ്പി നൂഡിൽസിൻ്റെ കൂടെയൊക്കെ കുറച്ചൊക്കെ വെജിറ്റബിൾ ഉള്ളിൽ ചെല്ലുവാണെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെയാണ് ക്യാരറ്റും കാബേജൊക്കെ ഞാൻ ഇട്ടത് കേട്ടോ. ബീൻസൊക്കെ ഇട്ട നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ബീൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ അത് തന്നെ കഴിക്കാൻ ഒരു മടിയായതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെസ്റ്റോയിൽ പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും വറക്കാൻ വെച്ചു. അപ്പോഴേക്കും പുറത്ത് നല്ല കാറ്റ് തുടങ്ങി കേട്ടോ. ഇത്രയും നേരം കാറ്റൊന്നുമില്ലായിരുന്നു, നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. നല്ലൊരു ഇടി മിന്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഒരു നല്ലൊരു സെറ്റപ്പ്, നല്ലൊരു മഴയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വറുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കഴിക്കാനിരുന്നു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും ഇപ്പി നൂഡിൽസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മുക്കി കഴിക്കാനുള്ള കെച്ചപ്പും എടുത്തിരുന്നേ. അങ്ങനെ ഫസ്റ്റ് ട്രൈ ചെയ്തു എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത് ഞാൻ തന്നെയാട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയപ്പം ഇപ്പി നൂഡിൽസ് വെജിറ്റബിൾ ഒക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് കെച്ചപ്പിൽ മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഈ കോമ്പിനേഷൻ നല്ലതാട്ടോ. ഇനി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വേറെ വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.